Hi, how are you? ഇന്ന് എന്താണ് നടക്കുന്നത്? എല്ലാവരും രാവിലെ എണീക്കുന്നു. ജസ്റ്റ് ഡെയിലി ആക്ടിവിറ്റി പറയാം. രാവിലെ എണീക്കുന്നു, ഫോൺ സ്ക്രോൾ ചെയ്യുന്നു, സ്റ്റാറ്റസ്, സ്റ്റോറി, റിപ്ലൈസ്, ഇമെയിൽസ്. ഓക്കെ, നോട്ട് ഇമെയിൽസ്, നോട്ട് യെറ്റ്. ചെക്ക് ആകുന്നു. ഇൻ ദ ബെഡ്, വർക്കില്ലാത്ത ദിവസമാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ടാസ്കുകളൊന്നും ഇല്ലെങ്കിലും ബെഡിൽ ഒരു നോർമൽ ഫ്രീ ഡേ നോട്ടിക്കോ. ജസ്റ്റ് ബെഡിലിരിക്കുന്നു, കിടക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു. ജസ്റ്റ് മണിക്കൂറുകൾ, അറ്റ്ലീസ്റ്റ് 30 minutes അല്ലേ സ്പെൻഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്റ്റോറിയോ അത് കാണുന്നു, പിന്നെ അതിൻ്റെ പുറകെ ബാക്കി അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയി സമയം കളയുന്നു. എണീക്കുന്നതും ലേറ്റായിട്ട്. നമ്മളിപ്പം സാധാരണ ഒരു സാറ്റർഡേ സൺഡേ അവധി ദിവസം എന്താണ് ചോദിക്കട്ടെ, നിങ്ങളുടെ അവധി ദിവസം നിങ്ങൾ ഒക്കെ നൈറ്റല്ലേ, നാളെ വർക്കില്ല, അല്ലെങ്കിൽ അവിടെ പോകണ്ട ഇവിടെ പോകണ്ട, താമസിച്ച് എണീക്കുന്നു. ഒരു 10 മണി 11 മണി 9 മണിയാകുമ്പോൾ എണീക്കുന്നു. എണീറ്റ് ഫോൺ നോക്കുമോ, ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു. ഉച്ചയാവുന്നു, ഫുഡ് കഴിക്കുന്നു, വൈകുന്നേരം ജസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നു. അപ്പോൾ ഒരു ഡേ കഴിഞ്ഞു, ഒരു ഫ്രീ ഡേ. ഇത് മെയിൻലി ഈ താമസിച്ച് എണീക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ലൈക്ക് ഐ നോ, ഞാനങ്ങനെയായിരുന്നു. ഇപ്പം അല്ല, ഇപ്പം കുറച്ച് ഇപ്പം അങ്ങനെയല്ല. അതുകൊണ്ട് പറയുന്നത്, നമ്മളിങ്ങനെ ഓക്കെ താമസിച്ച് എണീക്കുമ്പം നമ്മുടെ ബോഡി തന്നെ സൗണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ബോഡി തന്നെ നമ്മളോട് പറയും ഓക്കെ ഒരു 5:30 ആകുമ്പോൾ ഓക്കെ ഇത്ര ഉറങ്ങിയാൽ മതി. ജസ്റ്റ് ഒരു വാഷ്റൂമിൽ പോകുന്ന ഇതോ നേരത്തെ നമ്മൾ ഫുൾ ഉണർന്നിട്ടുണ്ടാകും. നമ്മൾ വാഷ്റൂമിൽ പോകുന്നു, തിരിച്ച് ബെഡിൽ വന്ന് കിടക്കുന്നു, അഗെയിൻ സ്ലീപ്പിങ്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ആ ഫ്ലോയിൽ ഇപ്പം ബോഡി ഓക്കെ ആദ്യത്തെ ഉറങ്ങും കഴിഞ്ഞു, ആ ബോഡി സെറ്റ്. അപ്പോൾ രണ്ടാമത് പിന്നെയും കിടന്നു, ഓക്കെ പിന്നെ ആ ലൂപ്പ് പ്രോസസ്സ്. ഓക്കെ, ഫസ്റ്റ് സെറ്റ്, സെക്കൻഡ് സെറ്റ്, ഡീപ്പ് സ്ലീപ്പ്, പിന്നെ ആ ബോഡി അങ്ങനെ പോകുന്നു. ആ പകുതിക്ക് പിന്നെ എണീക്കുമ്പോൾ നല്ല ക്ഷീണം വരുന്നു, കാരണം ബോഡി ആ സെക്കൻഡ് സ്ലീപ്പിൻ്റെ പ്രോസസ്സ് ഫുള്ളായിട്ടില്ല. അപ്പോൾ ആദ്യത്തെ തന്നെ അങ്ങനെ എണീക്കും. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഇത് നേരത്തെ ഒരു 4-5 ദിവസം മുമ്പ് ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആണ് ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഈ വീഡിയോ ഇടാൻ വേണ്ടി തോന്നുന്ന കാര്യങ്ങളെല്ലാം പണിക്ക് പോകുമ്പോഴെല്ലാം, പണി കഴിഞ്ഞ് തിരിച്ച് കാറിൽ വണ്ടി ഓടിച്ച് വരുമ്പം അന്നേരമാണ് ഓക്കെ ഇത് സംസാരിച്ചോ, ഈ ടോപ്പിക്ക് സംസാരിച്ചോ, കാറിൻ്റെ അകത്തുനിന്ന് വരുന്നത്. പിന്നെ കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ചെയ്തായിരുന്നു കൊണ്ട് ചിന്തിച്ചായിരുന്നു. എനിക്ക് നേരെ വിശക്കുമല്ലോ. ഹോട്ടൽ ഫുഡ് എനിക്ക് വലിയ താല്പര്യമില്ല. ഹോട്ടൽ ഫുഡ് മീൻസ് ഫാസ്റ്റ് ഫുഡ്, നോട്ട് നോർമൽ ഫുഡ്. അപ്പം വീട്ടിൽ വരുന്ന ദിവസം എന്തെങ്കിലും അതാക്കുന്നു. അപ്പം അങ്ങനെ ഐഡിയാസ് വരുന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഓക്കെ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് നാളായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ഞാൻ തന്നെ ഒന്ന് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ എനിക്കിപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ്, ഐ മീൻ നൈറ്റാണ് എനിക്ക് വർക്ക്. അപ്പോൾ എനിവേ ഇന്ന് രാവിലെ ലൈക്ക് കിടന്നത് വർക്ക് ഓക്കെ ഒരു 11:30 വീട് എത്തിയിട്ടുണ്ടോ, 11:45 നൈറ്റ് ഒരു 11:40 11:50 ഞാൻ കിടന്നു. ഓക്കെ 12 കിടന്നിട്ട് ഞാൻ ഓർമ്മ പോലെ ജസ്റ്റ് ഒരു സാധാരണ വരെ ഇങ്ങനെ എണീക്കുന്നു. ജസ്റ്റ് നോക്കിയപ്പോഴേക്കും 5:37 39 സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഓക്കെ ബെഡിലൊന്നും കൂടെ ജസ്റ്റ് കിടന്ന് കണ്ണടച്ചു. അപ്പോൾ കണ്ണടച്ച പിന്നെ ഫ്ലോ ഞാൻ പോകുന്നു, ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന്. പക്ഷേ ക്ഷീണമോ പരിപാടിയൊന്നുമില്ല. നമ്മളിങ്ങനെ കിടക്കുന്നു, എണീക്കുന്നു, രാവിലെ പോകുന്നു, കുറച്ച് പുഷപ്പ് എടുക്കുന്നു, ഷേവ് ചെയ്യുന്നു, ബ്രഷിങ് ആൻഡ് സ്റ്റഫ്സ് ഡൺ. അന്നത്തെ ദിവസം സാധാരണ ഇപ്പോൾ മോർണിംഗ് ഫ്രീ ആണെങ്കിൽ
താമസിച്ച് 8 മണിക്ക് 9 മണിക്ക് എണീക്കുന്നതിന് പകരം നമ്മൾ ഈ രാവിലെ 5:30 എണീറ്റ് മോർണിംഗ് അത് പരിപാടി തീർക്കുന്നു, ഫുഡ് തീർക്കുന്നു, ഇമെയിൽസ് തീർക്കുന്നു, അപ്ഡേറ്റ്സ് തീർക്കുന്നു, ന്യൂസ് തീർക്കുന്നു, എല്ലാം നമ്മൾ നേരത്തെ കഴിയുന്നു. അപ്പം നോർമലി ഞാൻ ഈ ചെയ്ത സമയമൊക്കെ നമ്മൾ വൈകുന്നേരം വേണ്ടിയാണ് സമയം നോക്കിയപ്പോൾ ജസ്റ്റ് ഉച്ച സമയമാകുന്നുള്ളൂ. അപ്പം അത്ര സമയം നമുക്ക് നേരത്തെ കിട്ടി. എന്നുവെച്ചാൽ ഓവറായിട്ട് നമ്മൾ ഉറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെല്ലാം മിസ്സാവുന്നു പറയാൻ വേണ്ടി. പിന്നെ ആൾക്കാരെ ഹെൽത്തിന് മോശമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നോക്കിയിട്ട് ഓക്കെ നമ്മൾ എക്സ്ട്രാ മസിൽ പിടിച്ച് ഉറങ്ങുമ്പോഴാണ് മോശമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പം നോക്കുന്നു നല്ലതാണ്. അതിന് ഇതിപ്പം ഞാൻ എൻ്റെ വോയിസ് ഞാൻ കുറച്ചാണ് സംസാരിക്കുന്നതെങ്കിലും ഇത് പകുതിക്കുന്ന കട്ടാക്കാൻ ഒരു മടി കാരണം ഞാൻ കട്ടാക്കുന്നില്ല. പിന്നെ ഇപ്പം ഈ ഫേസ് കണ്ടില്ല, ഞാൻ വേറൊരു സാധനം ഇപ്പം സ്റ്റാർട്ടാക്കാൻ വിചാരിച്ചു. നമ്മൾ ഈ മറ്റേ ചോക്ലേറ്റ്സ്, കേക്ക്സ്, ഷുഗർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഷുഗർ ഏതായാലും ഇപ്പം നമ്മൾ റൂട്ടീൻ്റെ കാര്യം ഇതൊക്കെ പറയാൻ വിചാരിച്ചു. ഞാൻ വേറൊരു വീഡിയോ വെക്കാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അത് രണ്ടാമത്തെ വീഡിയോ തന്നെ ആക്കാം. അപ്പം എനിവേ ഞാൻ ഫുള്ള് ഇപ്പം ഹെൽത്തായിട്ട് തന്നെ ഞാൻ നോക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഇപ്പം നൈറ്റ് താമസിച്ച് കിടന്നെങ്കിലും നമ്മൾ എണീക്കാൻ വേണ്ടി. Let me tell you my daily routine, just the morning stuff. എണീക്കുന്നു, 6 മണിക്ക് ശേഷം ഞാൻ ഉറങ്ങില്ല ഇപ്പം കുറച്ചായിട്ട്. അല്ലെങ്കിൽ ഇവർക്കിട്ട് ചിലപ്പം ക്ഷീണിച്ചോ അങ്ങനെ ആകുമ്പം ആ ഫ്ലോയിലങ്ങ് എന്തെങ്കിലും പരിപാടികൾ സംതിങ് ചെയ്യുമ്പോൾ ഓക്കെ നൗ പരിപാടി ഈസ് നോ അതെ. 6 മണിക്ക് ശേഷം ഞാൻ കിടക്കില്ല, എണീക്കുന്നു. നമുക്കൊരു പറ്റ ഉപകാരമുള്ള കാര്യം പറയാം. നിങ്ങൾ ഇപ്പം എന്താ പറയണ്ടേ, എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷീണമുള്ളവരാണെങ്കിൽ ബെഡിൽ നിന്ന് എണീക്കുക. ഞാൻ ചെയ്യുന്ന കാര്യം പറയാം. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാങ്കറ്റ് എന്താണെന്ന് വെച്ചാൽ അത് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബെഡിൽ കിടക്കരുത്, ബെഡിലിരിക്കരുത്. ഓക്കെ, വേറെ ചെയറോ ടേബിളോ അങ്ങനത്തെ സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. ഞാൻ ഇത് കാര്യം പറയാം. അപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിലും നിങ്ങളുടെ അക്കോമഡേഷന് പറ്റിയ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് ചെയ്യുക. ബെഡിൽ കിടക്കാനിരിക്കാൻ ശ്രമിക്കുക. ബെഡ് മടക്കി എണീറ്റ് കഴിഞ്ഞാൽ ഡോണ്ട് സ്ലീപ്പ് ഇൻ ബെഡ്. ദർ ഇസ് നോ നീഡ് ഫോർ us സമയം വേസ്റ്റ് ചെയ്യാനല്ലാണ്ട്. പിന്നെ കിടക്കരുത്. മോർണിംഗ് റൂട്ടീൻ തീർക്കുക. ഫ്രീ ഡു ടേബിൾ സംതിങ്, ഡു ദ സ്റ്റഫ്, do exercise, don't eat now, the early morning. അത് ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ്. ഞാൻ എവിടെ നിന്ന് കേട്ടേ പറഞ്ഞു കാരണം നമ്മൾ എണീറ്റ് കഴിഞ്ഞോടെ ഞാൻ ഇപ്പം ഓക്കെ മെയിൻലി മോർണിംഗ് റൂട്ടീനൊക്കെ പുഷപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എണീക്കുന്നു. സാധാരണ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നൊക്കെ ആയിരുന്നു ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പം ഞാൻ എണീക്കുന്നു, 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നു, വാഷ്റൂമിലൂടെ തീർക്കുന്നു. പിന്നെ ഇപ്പം കുറച്ചൊരു എന്തായാലും 200 പുഷപ്സ്, പ്രോപ്പർ 200 പുഷപ്പ് എടുക്കുക. നിങ്ങളും എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഇങ്ങനെ പുഷപ്പ് എടുക്കില്ലേ, അത് മറ്റേ ആ സിമെൻ്റ് അല്ല എന്താ ടൈൽസ് അല്ലാത്ത സിമെൻറ്റിൻ്റെ നമ്മൾ പുറത്തെല്ലാം ഇങ്ങനെ കാണൂലേ, അങ്ങനെ എനിക്ക് ഇപ്പോഴും ഞാൻ 100 പുഷപ്സ് വരെ ഡയറ്റ് അന്നേരം പ്രോപ്പറാണല്ലോ എനിക്കറിയാൻ പാടില്ല, പക്ഷേ അങ്ങനെ എടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതങ്ങ് വിട്ടുപോയി. ഇപ്പം ഞാൻ തിരിച്ചങ്ങ് കൊണ്ടുവരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ 200 പുഷപ്സ് എന്തായാലും ഉണ്ട്. അതിപ്പോൾ ഞാൻ കുറച്ചായി, 1 മാസത്തിന് ഉള്ളിലാണെന്ന് തോന്നുന്നു ഞാൻ 100 പുഷപ്സ് എന്ന് വിചാരിച്ചത്, എല്ലാ ദിവസവും എടുക്കാമെന്ന് വിചാരിച്ച്. അതും ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ട് ജസ്റ്റ് എടുക്കണം. 40 പുഷപ്പ് എടുക്കുക, മറ്റേത് ആണെന്ന് പറയുന്ന ആണില്ല സംതിങ് അങ്ങനത്തെ നമ്മളിങ്ങനെ കാണൂലേ. അപ്പോൾ അങ്ങനെ ഓക്കെ വൈ നോട്ട് എന്ന് പറഞ്ഞു എടുത്തു. 20 എണ്ണം പോലും പറ്റില്ല എനിക്ക്. 20 എണ്ണം പോലും ചിന്തിക്കണത് എന്നുവെച്ചാൽ 1 ട്രയൽ 20 എണ്ണം പറ്റുന്നില്ല. പിന്നെ ഓക്കെ വെയിറ്റ് ഡൺ അഗെയിൻ നെക്സ്റ്റ് 1, പിന്നെ 10 എണ്ണം, പിന്നെ 3rd ട്രൈ സെയിം ഡേ 3rd ട്രൈ 30, 4th ട്രൈ അടുത്ത 10, അങ്ങനെ ഞാൻ 100 എണ്ണമാക്കി. അങ്ങനെ 1 or 2 days കിടന്നു. ഇപ്പം 200 പുഷപ്സ് ഞാൻ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അത് ഇപ്പോൾ 2 weeks കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ബോഡി തന്നെ
നിങ്ങൾക്കറിയാം അത് സെറ്റായി. ഇപ്പം എനിക്കിപ്പം 1 Proയിൽ 50-60, ഇപ്പം ഒരു 3-4 ദിവസമായിട്ട് 50-60 പോകുന്നുണ്ട്. അതിന് മുമ്പ് 40 ആയിരുന്നു മാക്സിമം ഉണ്ടായിരുന്നു, ഇപ്പം 50-60 ആയി. ഇപ്പോൾ ഈ 200 എടുക്കാൻ വേണ്ടി എനിക്ക് മാക്സിമം 5 tries, ലൈക്ക് 50-50-50-50 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ബോഡി തന്നെ അതിൽ സ്ട്രോങ് ആകുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എത്ര എഫക്റ്റീവാണെന്ന് മനസ്സിലായോ? പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഫോൺ, ഞാൻ ഫോൺ നോക്കുന്നുണ്ട്. നമ്മൾ എക്സസൈസ് ചെയ്തതിന് മുമ്പ് തന്നെ ഞാൻ നോക്കുന്നത് ഓക്കെ മെയിൻ പേജസ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഫോളോ ചെയ്യുന്നതിൽ നമ്മൾ ന്യൂസ് അപ്ഡേറ്റ്സ് അങ്ങനത്തെ ഇടുന്ന കുറച്ച് ആൾക്കാരില്ല. ഇപ്പോൾ നാട്ടിലാണെങ്കിലും വേൾഡ് വൈഡ് ആണെങ്കിലും അവരുടെ സ്റ്റോറീസ് ഞാൻ കറക്റ്റ് കാണുന്നു. ഓക്കെ, അപ്ഡേറ്റ്സ് മനസ്സിലാക്കുന്നു. അത്യാവശ്യം നാട്ടിലാണെങ്കിലും എല്ലായിടത്തും ആണെങ്കിലും കറക്റ്റ് കാര്യം മനസ്സിലാക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഓരോ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ന്യൂസ് ഫുൾ ടൈം വായിക്കാനോ പേപ്പർ റീഡ് നല്ലതാണ്, പക്ഷേ നമുക്ക് കറക്റ്റ് പോയിൻറ്റ്സ് വേണ്ടത് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്യുന്നു. പിന്നെ വാട്സപ്പ് നോക്കുന്നു. പിന്നെന്താ, ഇമെയിൽസ് അപ്പോഴും അല്ല, വർക്ക് റിലേറ്റഡ് ആയിട്ടും അതൊക്കെ നമ്മൾ പിന്നെ ഇപ്പം ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ന്യൂസ് അതെല്ലാം ജസ്റ്റ് നോക്കുന്നു, കഴിയുന്നു, പരിപാടി കൊടുക്കുന്നു. പുഷപ്പ് എടുത്ത് കഴിഞ്ഞിട്ട്, അതാണ് നാലാമത്തേരും പറയാൻ വേണ്ടി വന്നത്. നമ്മൾ പുഷപ്പ് എടുത്ത് കഴിഞ്ഞ് പോയി നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ച് നോക്കണം. തണുപ്പെന്ന് പറഞ്ഞാൽ ഹീറ്റിലിടുന്നില്ല, ഞാൻ ഹീറ്റിലിട്ട് കുളിക്കാറില്ല. കുളിച്ചിട്ടുണ്ട് മിക്കവാറും എന്താ പറയണ്ടേ, നല്ല പനി പിടിച്ചോ ഇങ്ങനെ പറിച്ച് ഇതാവുന്ന പനിയും അല്ല, എന്തിനാണ് അവസരം കുളിച്ചു ചോദിച്ചാൽ. അപ്പോൾ അത് എന്തെങ്കിലും പരിപാടി കഴിഞ്ഞ് സംതിങ് ഇതായിരിക്കും. മാക്സിമം ഞാൻ തണുത്ത് കൊടുത്ത് തണുപ്പ് നല്ല കോൾഡ് ഷവർ, ആ പുഷപ്പ് കഴിഞ്ഞാൽ കോൾഡ് ഷവർ എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അന്നേരമാണ് വിശക്കുന്നത്. അവിടെ ഇപ്പം എനിക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സപ്പർ, സ്നാക്ക് അങ്ങനെ ഇല്ല എനിക്ക് വിശക്കുമ്പം ഫുഡ് കഴിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചു. പിന്നെ ഇപ്പം സമയം ഇവിടെ 1 or 2 AM, ഒരു അരമണിക്കൂർ മുമ്പാണ് ഡിന്നർ കഴിച്ചത്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ചിട്ട് കിടക്കാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഉറങ്ങുന്നത് എനിക്ക് രാവിലെ ഇപ്പോൾ ഞാൻ ഉറങ്ങുന്ന പരിപാടി ഇപ്പോൾ വേറെ കുറച്ച് വർക്കിലാണ്. വിശക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുന്നു, ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല. ഫുഡ് കഴിക്കുന്നത് അഡിക്ഷനാണ്. അഡിക്ഷൻ മീൻസ് ലൈക്ക് നമ്മുടെ മൈൻഡ് തന്നെ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ്, ഓക്കെ ലഞ്ച്, ഓക്കെ ഡിന്നർ, ഓക്കെ സ്നാക്ക്, ഓക്കെ ചോക്ലേറ്റ്, ഇതൊക്കെ കാണുമ്പോൾ ഒക്കെ കൊതിയും ഫുഡ് വേണം. ഈ ഡ്രഗ്സിന് മാത്രമല്ല അഡിക്ഷൻ, ഈ ഫുഡും ഒരു അഡിക്ഷൻ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ മനസ്സ് തന്നെ ഓക്കെ വിശക്കുന്നു, അല്ലെങ്കിൽ വയറ് തന്നെ ഒക്കെ വിശക്കുന്നൊരു ഫീൽ വരുന്നു. സംഭവം ഫുഡ് കിട്ടണം. ഇപ്പോൾ നമ്മൾ വെക്കുന്നവരാണെങ്കിൽ അത് കിട്ടില്ല, സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ സിഗരറ്റ് കിട്ടില്ല, പറിക്കും. അതാണ് ലൈക്ക് ഇതുണ്ടല്ലോ, അതും ഇതാണ്. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ലൈക്ക് ഐ ഈറ്റ് എ ലോട്ട് ഓഫ് ഫുഡ്, എനിത്തിങ് എവരിത്തിങ്. എനിക്കിത് ഇഷ്ടമാണ് അല്ലെങ്കിൽ അതെനിക്ക് വലിയ താല്പര്യമില്ല, നോ, ഐ ഈറ്റ് എനിത്തിങ് ആൻഡ് എവരിത്തിങ്. എല്ലാം ട്രൈ ചെയ്യും, എല്ലാം ഇഷ്ടമാണ്. ഒന്നിനോട് ഫുഡിൻ്റെ അടുത്ത് തന്നെ എനിക്ക് നോ പറയില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ വാശി പിടിച്ച് ഓക്കെ അത് അവർക്ക് മോശമല്ല, അങ്ങനെയല്ല. ഐ ഈറ്റ് എവരി കൈൻഡ് ഓഫ് ഫുഡ്, എന്താണെങ്കിലും. അപ്പോൾ അങ്ങനെയാണ് കഴിക്കുകയാണെന്ന്. ഓക്കെ, വൈ നോട്ട്, ഷുവർ കഴിക്കും. അവിടെ പോയി കഴിക്കുന്നോ, ഷുവർ, വൈ നോട്ട്. വീട്ടിലെന്തെല്ലാം ഫുഡുണ്ടോ, തിന്നാനെന്തല്ലേ. നമ്മൾ ഫ്രണ്ട്സ് വീട്ടിൽ പോകുമ്പം എന്നെ അറിയുന്നവർക്കറിയാം, വീട്ടിൽ ഞാൻ ആദ്യം ലൈക്ക് ഫുഡാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഇപ്പം അങ്ങനെയല്ല, വിശക്കുന്നുണ്ടോ, വിശക്കുന്ന സമയമായോ. ഇപ്പോൾ രാവിലെ എനിക്ക് തന്നെ വിശക്കുന്നുണ്ടെങ്കിൽ എന്തിന്, ബോഡി അത്ര സമയം കിടന്ന് ഉറങ്ങുമായിരുന്നു, ബോഡി ഒന്നും അനങ്ങിയിട്ടില്ല. അപ്പോൾ വിശക്കുന്ന പറയുന്നത് എന്തർത്ഥമാണുള്ളത്, കഴിക്കുന്നു, ജസ്റ്റ് അത്യാവശ്യം വെള്ളം കുടിക്കുന്നു, നമ്മൾ മനസ്സിലാക്കിയതിനനുസരിച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം മിക്കതും സയൻറ്റിഫിക്കലി പല കാരണങ്ങളുണ്ടാവും. ഇപ്പം ഓപ്പോസിറ്റിൽ നിന്ന് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ അത് തെറ്റാണെങ്കിൽ ചെയ്യാൻ പാടില്ല പറയാം. അപ്പോൾ എനിക്കാണെങ്കിൽ വേണ്ടി ഇന്ത്യൻ പോസിറ്റീവ് കാണിക്കാൻ വേണ്ടി പോസിറ്റീവ് എടുക്കാൻ വേണ്ടി പറ്റും. എല്ലാത്തിനും എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, ഫുഡ് കൺട്രോൾ ആക്കുന്നു. പിന്നെ അടുത്ത് ഞാൻ നല്ലൊരു വീഡിയോ തന്നെ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക്ക് അത് ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ആകുന്നില്ല. പിന്നെ വേറൊരു കാര്യം,
ഇതെല്ലാം വേറെ വേറെ വീഡിയോ ആക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. മടീനെ കുറിച്ച് പറയാൻ വേണ്ടി. മടി എന്താണ്? പിള്ളേർ സെറ്റിൻ്റെ മടിയല്ല, കുഞ്ഞു പിള്ളേർ മടിയല്ല. ഒരു 17 വയസ്സിന് മുകളിൽ അത്യാവശ്യം +2 ഒക്കെ പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് നിൽക്കുന്നവരുടെയോ അല്ല ഈ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജ് പഠിക്കുന്നവരടക്കം. നമുക്കറിയാം, നമ്മളിത് അറിയുന്നതല്ലേ, നമ്മളിത് കണ്ടതല്ലേ, നമുക്ക് അറിയുന്നതല്ലേ. ഫോർ എക്സാമ്പിൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ പറയുക, ജോലിയില്ല, പൈസയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എന്നുവെച്ചാൽ ജോലിക്ക് പോയിട്ടും നമുക്ക് സേവിങ്സ് കുറഞ്ഞാൽ അത് നമുക്കറിയാം. ഇവിടെ നമുക്കറിയാം, ചുറ്റുപാട് മൊത്തം കാണുന്നതാണ്. പക്ഷേ ജോലിക്ക് പോവാണ്ട് മടി കാരണം സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം സമ്മർദ്ദം എന്ന് പറയാൻ പറ്റില്ല, സാഹചര്യം അങ്ങനെ ആക്കി എടുക്കുന്നവരുണ്ട് സ്വയം തന്നെ. ഓക്കെ, ഇപ്പം ജോലിയില്ല, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എനിക്ക് ജോലിയില്ല എന്ന് പറയുന്നു, ഇത് ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു, അതാകുന്നു. വായ്, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ബോധമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ജോലിയിൽ നിന്ന് പുറത്ത് കഴിഞ്ഞാൽ നമുക്ക് കാറുണ്ട്. ജസ്റ്റ് തൽക്കാലത്തേക്ക് ഇത് ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെ വ്യത്യാസമുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിങ്കാക്കാൻ വേണ്ടി ഞാൻ തിങ്കാക്കിയതുപോലെ എനിക്ക് മാറ്റം കൊണ്ടുവന്നവരെ ഇപ്പോൾ നിങ്ങളിത് കണ്ട പോലെ തിങ്കാക്കി എനിക്ക് മാറ്റം കൊണ്ടുവന്നെങ്കിൽ നല്ലതല്ലേ, എനിക്കും അനുഗ്രഹം കിട്ടും. ഇപ്പം എനിക്കിപ്പം ജോലിയില്ല വെച്ചോ, നമുക്ക് ഈ കാണുന്ന ആൾക്ക് ജോലിയില്ല, കാറെടുത്ത് ഊബറിന് പോവാം, ഊബർ ഫുഡ് ഡെലിവറി, ഊബർ ഡ്രൈവ് ആൾക്കാരെ കൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓ നോ, അയ്യോ എടാ ജോജോ എനിക്ക് കാറില്ല, എന്താടാ എന്ത് ചെയ്യുക? ഓക്കെ കാറില്ല, ഓക്കെ കാറില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തന്നെ, അല്ലെങ്കിൽ ആ കാറ് പറ്റുന്നില്ല, അല്ലെങ്കിൽ മഞ്ഞാണ്, അല്ല അപ്പം മഞ്ഞിൻ്റെ സമയം കഴിഞ്ഞു. അപ്പം എനിവേ അങ്ങനെ പറയുകയാണെങ്കിൽ സൈക്കിൾ എടുക്കാം, സൈക്കിൾ ഡെലിവറി ഉണ്ട് ഊബറിൻ്റെ, അത് ചെയ്യാം, അടുത്തുള്ള ലൊക്കേഷനിൽ കിട്ടും. അപ്പം ഒരു സൈക്കിൾ എടുത്തിട്ട് അയ്യോടാ സൈക്കിളിൻ്റെ പൈസ ഇല്ല, സൈക്കിൾ നമുക്ക് വാങ്ങാൻ ഇവിടെ കിട്ടും, പുതിയതൊക്കെ $100-200 നല്ലൊരു എമൗണ്ട് ആവും. മാർക്കറ്റ് പ്ലേസിൽ പോയി നമുക്ക് നോക്കാം, റെൻറ്റിനെടുക്കാം, തേർഡ് റേറ്റ് ലൈക്ക് അത്ര ചീപ്പായിട്ട് എടുക്കാം. അയ്യോ അതെടുക്കാൻ വരും പൈസ. എക്സ്ക്യൂസസ് അത് എങ്ങനെ അത് ചെയ്യാം എന്നല്ല, ഞാനിതിന് എന്ത് എക്സ്ക്യൂസ് കൊണ്ടുവന്ന് എങ്ങനെ അത് ചെയ്യാണ്ടിരിക്കാം. പക്ഷെ ആവശ്യം ആരുടെയാ? ഇപ്പം എൻ്റെ. ഞാനത് എക്സ്ക്യൂസ് പറഞ്ഞ് ഞാൻ തന്നെ എനിക്ക് തന്നെ കുഴി കുത്തുന്നു. ആ ചിന്താഗതി ഞാൻ എന്താ അങ്ങനെ ചിന്തിക്കുന്നത് ഒക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എക്സ്ക്യൂസസ് കണ്ടെത്താനാണെങ്കിൽ എല്ലാത്തിനും എക്സ്ക്യൂസ് കണ്ടെത്താൻ പറ്റും. എല്ലാത്തിനും എക്സ്ക്യൂസ് കണ്ടെത്താൻ പറ്റും. ഓക്കെ ഇപ്പം ഞാനിപ്പം ഇത് ചെയ്യുന്നു, എന്താ വീഡിയോ എടുക്കുന്നു. ഇപ്പം ഡെയിലി ഇപ്പം എനിക്ക് സമയമില്ല, അതിന് സമയമില്ല, വീഡിയോ യൂട്യൂബിൻ്റെ എടുക്കാനോ എനിക്കിത് ആഗ്രഹമുണ്ട്, സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്. സമയമില്ല എന്ന് നമുക്കൊരു കാര്യം വേണമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തും. താങ്കൾക്കൊരു കാര്യം വേണമെന്ന് താങ്കൾക്ക് തന്നെ തോന്നുവാണെങ്കിൽ താങ്കൾ അതിന് വേണ്ട സമയം കണ്ടെത്തും. മനസ്സിലായോ? എന്നിട്ടും ആരോട് പറയാൻ വളരെ നിങ്ങളുടെ ഓരോ സെക്കൻഡും വേസ്റ്റ് ചെയ്യുന്ന ലിറ്ററലി വേസ്റ്റ് ചെയ്യാമെന്ന്
എൻ്റെ പൊന്നു മോനെ, ലൈക്ക് ഇപ്പം ഈ സമയം ഇത് ചിലപ്പം പാട്ടുപാടുക എന്തെങ്കിലും കാണുവാണെങ്കിൽ ഇത് കാണുന്ന ആളോട് നിനക്ക് സമയം വേസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ വേസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ഒരു 100 പുഷപ്പ് 24 മണിക്കൂറിൽ എടുക്കുക. ഇപ്പം 100 എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ 200 എടുക്കുന്ന ആളാണെങ്കിൽ 300 ടോട്ടല്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ ഒന്ന് എണീറ്റ് പുഷപ്പ് എടുക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അങ്ങനത്തെ എടുക്കാൻ പറ്റില്ല, സാഹചര്യം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടല്ല? വർക്ക് പ്ലേസ്, ഐ ഡിഡ് മീൻ ദ വർക്ക് പ്ലേസ് തിങ്ങി. കള്ളു കുടിച്ചിരിക്കുവാണ്, ഫുള്ള് സിഗരറ്റ് വലിച്ചിരിക്കുന്നത്. 10 പുഷപ്പ് പോലും പറ്റുന്നില്ല. ബോഡി പണ്ട് ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു, ഇപ്പം ഒന്നും കഴിയുന്നില്ല. just try 2 then again 3 അങ്ങനെ ജസ്റ്റ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ്ട് പറയുന്നത് എന്തെങ്കിലും അർത്ഥം വേണ്ട ചങ്ങായേ. മറ്റേ നമ്മൾ സ്കൂളിൽ നിന്ന് പോത്തിനോട് വേദമൂതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരെ അല്ലേ? ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ വിടുന്നില്ല. എന്തെങ്കിലും ഒരു ഇത് വേണ്ട നമുക്ക്. നമ്മളിപ്പോൾ റീൽസ് കാണുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുന്നു. ഇതൊക്കെ താങ്കൾ കാണുമ്പോൾ ആരുടെ സമയമാണ് പോകുന്നത്? ആർക്കാണ് ഇതിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്? പ്രൊഡക്റ്റീവായിട്ട് ആരാ ചെയ്യുന്നത്? താങ്കളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നു, ഇതിൽ എനിക്കിങ്ങനെ ജസ്റ്റ് ഒരു ഹെൽപ്പാകി എന്നെ കൂടെ പറ്റുന്നവരെ അതിഷ്ടമാണ്. അപ്പം എൻ്റെ മനസ്സിൽ അതൊന്ന്. പിന്നെ രണ്ടാമത് ഈ വീഡിയോ കാണുമ്പം എനിക്കാണ് വ്യൂസ് കിട്ടുന്നത്. എബിൻ ജോജോ, നിനക്കെന്ത് കിട്ടുന്നു? നീ ഒരാളുടെ എന്ത് കിട്ടുന്നു? വ്യൂസിൻ്റെ കാര്യമല്ല ചോദിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ട് നിനക്ക് എന്ത് ഉപകാരമുണ്ട്? ഇതൊക്കെ ചെയ്തെങ്കിൽ കേട്ടിട്ട് ഓക്കെ ഇവൻ എന്നൊക്കെ പറയുന്നത്, ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റീൽ. ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന കുറേ ഹൈ നെക്സ്റ്റ് പപ്പിക്കുട്ടി നെക്സ്റ്റ് വാ. നിനക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? എന്തെങ്കിലും മനസ്സിൽ മാറ്റം വന്നോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി? എൻ്റെ എന്നല്ല, എന്തിൻ്റെ ആണെങ്കിലും. ഞാനിപ്പോൾ ഈസ്റ്റേൺ മ്യൂസിക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കേട്ട് പഠിച്ചു വരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ അത് കാണുന്നു, അങ്ങനെ ഞാൻ കാണുന്നു. നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് എങ്ങനെ ഉപകാരം ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് എങ്ങനെ ഉപകാരമുണ്ടോ നമ്മൾ ചെയ്യുന്ന കാര്യം? ഞാനിപ്പോൾ റീൽസ് ആണെങ്കിൽ ഓക്കെ, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് തന്നെ ഞാൻ ഇതേപോലെ ജസ്റ്റ് ടിക്ടോക്ക് സംതിങ് കണ്ട് ഓക്കെ കുറേ പേര് ജസ്റ്റ് എന്തെങ്കിലും ഫേമസ് ആവാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റാത്ത പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, താല്പര്യമില്ലാത്ത പോലത്തെ. അങ്ങനെ എനിക്ക് ആവശ്യമില്ല. പിന്നെ എനിക്കിന്ന് യൂട്യൂബിൽ കയറണമെന്നുണ്ട്, ഞാൻ എങ്ങനെ ചെയ്യും? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ നമ്മുടെ മലയാളി ഒരുത്തനില്ലേ, ഒരു 3-4 കൊല്ലം മുമ്പ് ഈ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഇങ്ങനെ കോമഡി ആക്കിയിട്ട് പെട്ടെന്ന് വൈറലാക്കി അയച്ചങ്ങനെ ഒരു വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് വന്നില്ലേ? അവൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ അടുത്ത് അവൻ ചെങ്ങൈൻ്റെ യൂട്യൂബിൻ്റെ അകത്തെന്തോ എങ്ങനെ വ്യൂസിനെ ആകർഷിക്കുക സംതിങ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു 4 സ്റ്റെപ്സ് സംതിങ് എന്തോ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കി ഓക്കെ അപ്പോൾ അതിൻ്റെ ഒന്നും പറയുന്നുണ്ട്, നമ്മളെ സമപ്രായക്കാരായോ സംതിങ് ആയിട്ടുള്ള വേറെ ആൾക്കാരെ നോക്കുന്നു. അപ്പോൾ അവിടെ അത് വിജയിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ കോപ്പിയടിക്കുന്നില്ല, അവൻ്റേതായ രീതിയിൽ മാറ്റം കൊണ്ടുവരുന്നു. അങ്ങനെ ഇവനിത് 3 കൊല്ലം മുമ്പ് ചെയ്തപ്പം ആ സെയിം സാധനം ഞാനും കൂടെ ചെയ്തു ഞാൻ ചിന്തിച്ചു. പക്ഷെ അന്നേരം ഞാൻ ചെയ്തില്ല, അന്നേരം അത് വിട്ടു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, ലൈക്ക് എന്താ പറയണ്ടേ, ആ ചങ്ങേനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ കോൺസ്പിറസി തിയറിസ്റ്റ് നമ്മളെ ഒരു ഫേമസ് അല്ല ഇവന്മാരെ എനിക്കറിയാം, നല്ല ആൾക്കാരാണ്, പക്ഷേ പേര് കിട്ടുന്നില്ല. ഇതെല്ലാം വെച്ചിട്ടൊക്കെ ഇവർക്ക് അത് ഇഷ്ടമാണ്. കോൺസ്പിറസി തിയറി പറയുന്ന ആൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾ, ഇത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് അങ്ങനെ എന്തായി
ഫേമസായി വൈറലായി ആൾക്കാർക്ക് അറിവും കൊടുത്തിരുന്നു. അവരുടെ ഈ ചിന്താഗതി പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് മാച്ച് വന്നവർക്ക് വായിക്കുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പം എനിക്കിപ്പോൾ അത് നമ്മൾ തിയറി സംതിങ് അത് ഇഷ്ടമാണ്. ഞാൻ അവൻ്റെ പെണ്ണൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് അതെനിക്ക് ചെയ്യണമുണ്ടായിരുന്നു. നോ, അത് അവൻ ചെയ്ത് കണ്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ടിക്ടോക്ക് റീൽസൊക്കെ ഇടുന്നത് ട്രോളാക്കുന്നത് ഒക്കെ നല്ല, അത് സെറ്റപ്പ്, അത് പെട്ടെന്ന് വൈറലോ ആൾക്കാർ കാണുമോ, അത് ചെയ്താലോ ഓക്കെ, അതും മറ്റേ ആൾ ചെയ്തുകൊണ്ടും പെട്ടെന്ന് വൈറലാവും. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നു, അല്ലാണ്ട് എനിക്ക് ഇതായിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എനിക്ക് വേണ്ടി എനിക്കിഷ്ടപ്പെടും അങ്ങനെ കഴിഞ്ഞിട്ടാണ് ദിസ് ഈസ് വാട്ട് ഐ എം ഗുഡ് അറ്റ്. വീട്ടിൽ നിന്ന് ചിത്രം വരയ്ക്കാൻ വിട്ട് മറ്റേ ഡാൻസ് കളിക്കാൻ പഠിപ്പിക്കാൻ അതിന് വിട്ട്, അങ്ങനെ ഭരതനാട്യം വിട്ടു. സരിഗമ സനിതപ മകരി സരിഗ പറഞ്ഞ സനിതപ മകരി സരിഗ പാട്ട് വിട്ടു. കരാട്ടെ, അയ്യോ എന്നെ ഇതൊക്കെ വിട്ടായിരുന്നല്ലോ എന്നെ. വിട്ടു. എനിവേ ഇതെനിക്കിഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിവ് പകരുന്നു, നല്ല കാര്യങ്ങൾ, മോശം കാര്യം ചെയ്യുന്നല്ല, നല്ല കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഇത് ഹിറ്റാവാൻ വേണ്ടിയല്ല, ഇത് ചെയ്യുമ്പം ഇത് ഞാനായിട്ട് ചെയ്യുന്നു. പക്ഷെ എല്ലാ സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാം അവരുടെ സ്വഭാവം അങ്ങനെയല്ല. മീൻസ് ഇപ്പം ഇതുവരെ ആയിരിക്കില്ല നേരിട്ട് കാണുമ്പോൾ. പക്ഷെ എനിക്ക് ഇത് എനിക്ക് നൈസാണല്ലോ, ഓക്കെ, ഇതെനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നു. ഇത് മിക്കവാറും അടുത്ത വീഡിയോസ് ഇത് സംബന്ധിച്ചായിരിക്കും. ഇടയ്ക്ക് മറ്റേ കഞ്ചാവിനിട്ടവരെ, കഞ്ചാവ് വലിക്കുന്നതെന്നല്ല, അതിൻ്റെ ജസ്റ്റ് എഡ്യൂക്കേഷൻ വീഡിയോ വരെ ഇടയ്ക്കകത്ത് നിങ്ങൾ കൊണ്ടുവരും. ഞാൻ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവുന്നേ. യെസ്. അപ്പോൾ എനിവേ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എങ്ങനെ ലാഭം ഉണ്ടാവുമെന്ന് നോക്കണം. ഞാനിപ്പോൾ അവിടെ പോയി ഒരു ഗഡ്ബഡ് ഇപ്പോൾ ഉണ്ടോ, ഐസ്ക്രീം കഴിക്കുന്നു. എന്താണ് കഴിക്കുന്നത്? ഷുഗർ. ഓക്കെ, വാട്ട് ഈസ് ഷുഗർ? ഓക്കെ, ഈ വീഡിയോ കാണാൻ രാവിലെ എണീറ്റ് സമയം ഇതാകുന്നു. എനിക്കെന്ത് ഉപകാരം? സമയം വേസ്റ്റ്, പ്രൊഡക്ഷൻ വേസ്റ്റ്, എവറിത്തിങ് വേസ്റ്റ്. പ്രൊഡക്ഷൻ വേസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റീവായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു അരമണിക്കൂർ നിന്നെ കൊണ്ട് ഫോണും ഇതുമില്ല, ഒന്നും വർക്കില്ല, ഒന്നുമില്ല, TV ഇല്ല, ചുറ്റും ആരുമില്ല. ജസ്റ്റ് ഒന്ന് നിനക്ക് നിൻ്റെ സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ, ഈ ഞാൻ മെയിൻലി സമയം വേസ്റ്റ് ആകുന്നതിനെ കുറിച്ച് തന്നെ പറയുന്നത്. സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ, എത്ര വേസ്റ്റ് ആക്കുമെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്നുമില്ലാണ്ട് വെറുതെ ഇരിക്കുക. നമ്മൾ ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറുകൾ പെട്ടെന്ന് പോകില്ലേ? ഒന്നുമില്ലാണ്ട് വെറുതെ ഇരുന്ന് നോക്കുക, അന്നേരം മനസ്സിലാവും ഈ സമയം എത്ര നമുക്കുണ്ടെന്ന്. എത്ര പാസ് ചെയ്യാൻ ഒന്നുമില്ലാണ്ട് ഈ ഒരു 5 മിനിറ്റ് പാസ് ചെയ്യും, നമുക്ക് ഓരോ സെക്കൻഡും നമുക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ആ ഫോൺ നോക്കുമ്പോൾ നമ്മൾ അറിയുന്ന പോലുമില്ല എവിടെ സമയം. ഓക്കെ, 2 മണിക്ക് കയറി, 3:30, ഒന്നുമില്ലാണ്ട്, ശരിക്കും ഒന്നുമില്ലാണ്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് സമയത്തിൻ്റെ വില മനസ്സിലാവും. എന്തൊക്കെ ചെയ്യാൻ ആ സമയം ഫോൺ നോക്കി, അത് നോക്കി, ഇവിടെ പോയി അവിടെ കള്ളുപിടിക്കാൻ പോയി, അവിടെ പിള്ളേരുടെ സിഗരറ്റ് വലിക്കാൻ പോയി, ആ പാർട്ടിക്ക് എന്തിന് അനാവശ്യമായിട്ട് വേണ്ടതിന് പോകുന്നു, പരിപാടി കഴിയുന്ന ഇറങ്ങുന്നു. That's it. നിനക്കെന്ത് യൂസ് ഉണ്ടാകുന്നു? ഓക്കെ, സോഷ്യൽ സർക്കിൾ, ഓക്കെ ഡൺ. ഡോണ്ട് വേസ്റ്റ് യുവർ ബോഡി, യുവർ ടൈം. ഹെൽത്ത് ഈസ് വെൽത്ത്. Money make money. Excuses, stop saying excuses. Stop it. If you want to say excuses, ആരെക്കൊണ്ടും പറ്റൂടാ അത് എക്സ്ക്യൂസസ് പറയാൻ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമില്ല ഇപ്പോൾ ആരെയും എന്തെങ്കിലും പറയുമ്പം. എടാ അത് ഇതാ, നമ്മളിങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ നമ്മൾ ആ ചിന്താഗതി ഇതെല്ലാം നമ്മൾ അറിയാണ്ട് നമ്മൾ തന്നെ മാറും. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ചിന്താഗതി മാറും.
പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ചിന്താഗതിയും അങ്ങനെ ഇങ്ങനെ കയറിപ്പോകുന്നേ അങ്ങനത്തെ ആൾക്കാരായിട്ട് അത് നമുക്ക് നല്ലോണം മനസ്സിലാവും. അങ്ങനത്തെ നമ്മൾ പിന്നെ സംസാരിക്കുമ്പം നമ്മൾ ടോപ്പിക്കുകൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, എങ്ങനെ അത് ചെയ്യാം? എടാ നീ അത് ഇതാ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ, അപ്പം നീ അത് ഇതാക്ക്, എന്നിട്ട് എൻ്റെ ഇവിടെ സെല്ലാക്കാൻ വേണ്ടി വെക്കാം. എടാ ലൈക്ക് അത് ഇറ്റ്സ് ഡിഫറെൻറ്റ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ലൈക്ക് നമ്മുടെ സാധാരണ വരെ ജസ്റ്റ് നോർമൽ നോ, നമ്മൾ സംസാരിച്ച ടോപ്പിക്സ് ഡിഫറെൻറ്റ് വേണം എന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടാനും അല്ലെങ്കിൽ എന്താ അടുത്ത സ്റ്റെപ്പിലോട്ട് അങ്ങനത്തെ അത് വരും. ഓക്കെ, വാട്ട് എൽസ്? ഈ വീഡിയോ എന്താണ് ഇത്? ആര് കേൾക്കാൻ? ആയിരുന്നു മീൻസ് കേട്ടിട്ട് എന്നെ ഇത് കേട്ട് പകുതിക്ക് പഠിച്ച് എനിക്ക് സങ്കടം വരുമോ ചങ്ങായ? എത്ര സമയമാണ് ഞാൻ വേസ്റ്റ് ആക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ആൾക്കാർ ഫോൺ നോക്കി. ഇപ്പം ഞാൻ